മഴ തോരും മുൻപേ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. കൊട്ടാരമറ്റത്തു നിന്നും ഒരു കൂട്ടം ആൾക്കാർ എൽസമ്മയുടെ വീട്ടിലേക്ക് എത്തിയത് അവിടെ വലിയ ഉത്സവ പ്രതീതിയാണ് ഉണ്ടാക്കിയത്. പാട്ടും കൂത്തും തമാശകളും ഒക്കെയായിട്ട് ഒരു ദിവസക്കാലം എല്ലാവരും അടിച്ചു പൊളിച്ചു. അടുത്ത ദിവസം അവർ മടങ്ങിപ്പോവുകയാണ്. ടോജോയുടെയും ടെൽസയുടെയും മുഖം വല്ലാതെ വാടിപ്പോയി. ഓരോരുത്തർ അവരോട് യാത്ര പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സങ്കടം കൂടുകെട്ടി. മുറ്റത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ജോസുകുട്ടി ടാനിയായോട് പറയുകയാണ്, ഇനി നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം പത്തനാപുരത്തേക്ക് വാകട്ടോ. ആ വരാം, പുറകിൽ നിന്നുകൊണ്ട് ടെൽസയാണ് അതിന് മറുപടി പറഞ്ഞത്. ജോസുകുട്ടിയും സാന്ദ്രയും ടാനിയായിക്ക് തങ്ങളുടെ ഫോൺ നമ്പറുകൾ കൊടുത്തു. ടാനിയ വീട്ടിലെ നമ്പർ മാത്രമേ തിരികെ കൊടുത്തുള്ളൂ. അവളുടെ മൊബൈൽ ഫോണിൽ മറ്റാരും സംസാരിക്കരുത് എന്ന നിബന്ധനയിലാണ് ഷാൻ അവൾക്ക് സെറ്റ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ടാനിയായെയും ടോജോയെയും ടെൽസയെയും പുനലൂരേക്ക് ക്ഷണിക്കുകയുണ്ടായി. സ്റ്റാൻലിയും ഔതക്കുട്ടിച്ചായനും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മടങ്ങിപ്പോയിരുന്നു. പുനലൂർ സംഘം അവരവരുടെ കാറുകളിൽ ചെന്ന് കയറി. ടാനിയായും ടോജോയും ടെൽസയും അലീനയും ബബിതയും ഓരോരുത്തർക്കും യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് വാഹനങ്ങൾക്ക് ചുറ്റും നിന്നു. ജീപ്പും കാറുകളും ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഓടിച്ചുപോയി. പെട്ടെന്ന് ടെൽസ ഓടി വീടിനകത്തേക്ക് പോയി. ടോജോ ഗേറ്റ് മടച്ചു. അലീന ചെന്ന് നോക്കുമ്പോൾ ടെൽസ സോഫയിൽ കമിഴ്ന്നു കിടപ്പുണ്ട്. അലീന പിടിച്ചുയർത്തുവാൻ ശ്രമിച്ചപ്പോൾ അവൾ മാന്തുകയും പിച്ചുകയും ചെയ്തു. ഒടുവിൽ കണ്ണീരോടെ മുഖമുയർത്തി. അലീന ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നേ? അത്രയ്ക്കങ്ങ് സങ്കടമായിപ്പോയോ? ദിയാമോളെ എനിക്ക് വേണം. ടെൽസ കണ്ണു തുടച്ചുകൊണ്ട് പറയുകയാണ്, നമുക്കേ ഒരു ദിവസം അവിടെ പോകാം, അവളെ കാണാം, അവധിക്കാലത്ത് അവിടെ പോയി നിൽക്കാം, അല്ലെങ്കിൽ അവളെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സത്യം? സത്യം. ടെൽസയ്ക്ക് സന്തോഷമായി. രാത്രിയിൽ അലീന മരുന്ന് കൊടുക്കുമ്പോൾ ടാനിയ ചോദിക്കുകയാണ്, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങോട്ടാരും വന്ന് കണ്ടിട്ടില്ലല്ലോ. ഇതിപ്പോ അലീന ചേച്ചി വിളിച്ചു വരുത്തിയത് കൊണ്ട് വന്നു അല്ലേ? അവളുടെ സ്വരത്തിൽ ലേശം അമർഷമുണ്ടായിരുന്നു. അലീന അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, മോളെ, നമ്മൾ വാതിൽ തുറന്നിട്ടിട്ടില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് അവരിങ്ങോട്ട് വരിക? വാതിൽ തുറന്നാണോ അടഞ്ഞാണോ കിടന്നതെന്ന് അവർ വന്ന് നോക്കിയിരുന്നോ? നോക്കണ്ടല്ലോ, അല്ലാതെ തന്നെ അറിയില്ലേ. വാതിൽ അടഞ്ഞാണ് കിടന്നിരുന്നത്. അതൊന്ന് തുറന്നു കിട്ടാൻ ഞാൻ എത്ര മുട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നമ്മൾ വാതിൽ തുറന്നിട്ടാൽ മാത്രം അതിഥികൾ വരണമെന്നില്ല, ക്ഷണിക്കണം. ക്ഷണിച്ചാൽ മാത്രം മതിയോ? അതിഥികളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വേണം. അങ്ങനൊരു മാനസികാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നോ? പപ്പയുടെ സ്വന്തക്കാരെ ശത്രുക്കളായിട്ടല്ലേ എല്ലാവരും എണ്ണിയിരുന്നത്? അവർ കുറെ ദ്രോഹം ചെയ്തവരാണ്. മമ്മിയും റീത്താമ്മ ആൻറ്റിയും പറഞ്ഞത് കേട്ടതല്ലേ നിനക്കറിയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റീത്താമ്മ ആൻറ്റി നിങ്ങളെ ദ്രോഹിച്ചെടുത്തോളം ആരും ദ്രോഹിച്ചിട്ടുണ്ടാവില്ല. ടാനിയ മൗനമായിരുന്നു. അവൾക്ക് തർക്കിക്കുവാൻ വയ്യ. അലീനയുടെ കൈവശം തെളിവുകളുണ്ട്. റീത്താമ്മ ആൻറ്റിയുടെ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും അലീനെ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ടാനിയ വീണ്ടും ചോദിക്കുകയാണ്, അലീന ചേച്ചി അവരോട് പറഞ്ഞുവല്ലേ എനിക്ക് ഷാനുമായിട്ട് ബന്ധമുണ്ടെന്ന്? നിന്നോട് ആര് പറഞ്ഞു ഇത്? ആരും പറഞ്ഞില്ല. എന്നാലും അവരെന്നെ ഉപദേശിക്കാൻ വന്നതാണെന്ന് എനിക്ക് തോന്നി. നീ എന്താ വിചാരിച്ചത്? നിന്നെപ്പറ്റി ഞാൻ അവരോട് കുറ്റം പറയുമെന്നോ? ഒരിക്കലും ഇല്ല മോളെ. നിന്നെ ഒരു വിധത്തിലും ഞാൻ താഴ്ത്തി കെട്ടുകയില്ല. നീയും ടോജോയും ടെൽസയും അവരെക്കാൾ ഒട്ടും മോശക്കാരല്ലെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. അവരിലാരെങ്കിലും നിങ്ങളെ മോശമായിട്ട് കണ്ടോ? അങ്ങനെ പെരുമാറിയോ? ഇല്ലെന്ന് ടാനിയ തല വെട്ടിച്ചു. എടി, നിന്നെപ്പറ്റി ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ എൻ്റെ അനുജത്തിയല്ലേ. ഇപ്പോഴും നിനക്കത് ബോധ്യമാകാത്തത് എന്തുകൊണ്ടാ? സോറി ചേച്ചി, ഞാൻ വിചാരിച്ചു എന്നെയും ഷാനിനെയും തമ്മിൽ അകറ്റുവാൻ വേണ്ടിയാണ്. ഇപ്പം നിനക്ക് തോന്നിയല്ലോ നീയും ഷാനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അവരോട് പറയുന്നത് ഒരു പോരായ്മയാണെന്ന്. നമ്മുടെ നേട്ടങ്ങളെപ്പറ്റി നമ്മൾ അഭിമാനത്തോടെ അല്ലേ മോളെ മറ്റുള്ളവരോട് പറയാറുള്ളത്? ഷാനുമായി നീ പ്രേമത്തിലാണെന്ന് നമ്മൾ ബഹുമാനിക്കുന്ന ആരോടെങ്കിലും നിനക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുമോ? ഇല്ല. അത് പറയുമ്പോൾ നിനക്ക് തന്നെ തോന്നും നീ ഇത്തിരി തരം താഴ്ന്നു പോയെന്ന്. നമ്മുടെ ചിറ്റപ്പന്മാരുടെ മക്കളാണ് ഇന്ന് വന്നിട്ട് പോയത്. അവരൊക്കെ പഠിക്കുകയാണ്. പ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നീ അവരെക്കാൾ ഒരു ഇഞ്ച് പോലും പിറകിലല്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനസ്സ് വെച്ചാൽ അവരെക്കാൾ മുൻപിൽ കയറാനും നിനക്ക് സാധിക്കും. ടാനിയ മിണ്ടാതെ ഇരുന്ന് കേട്ടു. ഇപ്പോൾ നീ ഷാൻ്റെ കൂടെ പോവുകയാണെന്നിരിക്കട്ടെ, അവരെല്ലാവരും മൂക്കത്ത് വിരൽ വെക്കില്ലേ? കഷ്ടം, ടാനിയ അങ്ങനെ ചെയ്തല്ലോ. എന്തുമാത്രം നല്ല കുട്ടിയായിരുന്നു. അവൾക്ക് എത്രയോ നല്ല ഭാവിയുണ്ടായിരുന്നു. എല്ലാം നശിപ്പിച്ചല്ലോ. ഇതല്ലേ എല്ലാവരും പറയുള്ളൂ. ആ ഓർമ്മ എപ്പോഴും നിന്റെ മനസ്സിൽ വേണം. അലീന പറഞ്ഞു നിർത്തി. ടാനിയ അവളുടെ മുഖത്ത് നോക്കാതെ ദൃഷ്ടി താഴ്ത്തിയിരുന്നു. അസുഖം മാറി വീണ്ടും കോളേജിൽ പോകാമെന്നായപ്പോൾ ടാനിയ അലീനയോട് തന്നെ കാറിൽ കൊണ്ടുവിടണമെന്ന് ആവശ്യപ്പെട്ടു. അല്ലാതെ പോയാൽ ഷാനെ കാണേണ്ടി വരും. ഷാൻ വിളിച്ചാൽ എനിക്കതുവഴി ചെല്ലാതിരിക്കാൻ പറ്റില്ല. മോളെ, നിന്റെ മനസ്സിൽ നിന്ന് നീ അവനെ ഇറക്കി വിടാതെ എത്ര ഒഴിഞ്ഞു മാറി നടന്നാലും ഫലമില്ല. ഇത്രയും പറഞ്ഞിട്ട് അലീന ടാനിയായെയും ടോജോയെയും ടെൽസയെയും കാറിൽ കയറ്റിക്കൊണ്ടുപോയി. വൈകുന്നേരം പോയി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആദ്യ ദിവസമൊന്നും കുഴപ്പമില്ലാതെ പോയി.
രണ്ടാം ദിവസം വൈകുന്നേരം അലീന കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ബൈക്ക് വന്ന് കാറിന് വിലങ്ങി നിന്നു. അലീന സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തി. ബൈക്കിന് പിന്നിൽ ഷാൻ ഇരിക്കുന്നത് അലീന കണ്ടു. പുറകെ 2 ബൈക്കുകൾ കൂടി വന്ന് കാറിന്റെ ഇരുവശത്തുമായി നിന്നു. അവയിൽ 3 ആൾ വീതമുണ്ടായിരുന്നു. ഷാൻ ബൈക്കിൽ നിന്നും ഇറങ്ങി വന്നു. ടാനിയ ഇരുന്ന സൈഡിലെ ഡോർ വലിച്ചു തുറക്കുവാൻ ശ്രമിച്ചു. അത് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഷാൻ കൈയെടുത്ത് ആംഗ്യം കാട്ടിക്കൊണ്ട് അലറുകയാണ്. ടാനിയ പേടിയോടെ അലീനയെ നോക്കി. രംഗം മോശമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഷാൻ ബൈക്കിലിരുന്ന കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും കമ്പിവടി വാങ്ങി കാറിന്റെ ചില്ല് ആടിച്ചു പൊട്ടിച്ചു. ടെൽസ ഭയന്ന് നിലവിളിച്ചു. ടോജോ നടുങ്ങിയിരിക്കുകയാണ്. പൊട്ടിയ ചില്ലുകൾ ടാനിയയുടെ മടിയിലും ദേഹത്തും മുടിയിലുമെല്ലാം പൊടിഞ്ഞു വീണു. ഷാൻ ചില്ല് പൊട്ടിയ വിൻഡോയിലൂടെ കൈയിട്ട് കാറിന്റെ ലോക്കെടുത്തു. സർവ്വശക്തിയും ഉപയോഗിച്ച് ഡോർ വലിച്ചു തുറന്നു. മുന്നിൽ ഇടതുവശത്തെ സീറ്റിലിരുന്ന ടാനിയയെ വലിച്ചു പുറത്തു ചാടിച്ചു. ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അലീനയും പുറത്തിറങ്ങി. അവൾ കാറിന് മുൻപിലൂടെ വന്ന് ഷാനിനോട് ശാന്തസ്വരത്തിൽ പറയുകയാണ്, ഷാൻ, അവളെ വിട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറയ്, നമുക്ക് സംസാരിച്ച് തീർക്കാം. നിന്നോട് എനിക്ക് സംസാരിക്കാനുള്ളത് വാ കൊണ്ടല്ലടി, കൈ കൊണ്ടാ. ഷാൻ കൈ വീശി അലീനയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. വീണ്ടും അടിക്കുവാൻ കൈ ഓങ്ങിയപ്പോഴേക്കും ടാനിയ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവളെ കുടഞ്ഞു മാറ്റിയിട്ട് അവൻ വീണ്ടും ഇടത് കൈകൊണ്ട് അലീനയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കാറിലേക്ക് ചാരി നിർത്തി. 2 കവളത്തും പുറം കൈകൊണ്ടും അല്ലാതെയും അടിച്ചു. ടെൽസ ഇത് കണ്ടിട്ട് ഡോർ തുറന്ന് ചാടിയിറങ്ങി ചീറിക്കൊണ്ട് ഷാന്റെ 2 കവളുകളും കൈകൊണ്ട് മാന്തി കീറി. ഷാൻ അലീനയെ വിട്ടിട്ട് അവളെ പിടിക്കുവാൻ കുതിച്ചപ്പോഴേക്കും അലീന ഇടയ്ക്ക് കയറി തടഞ്ഞു. അവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് റോഡിലേക്ക് തള്ളി. വീണുപോയ അലീന പിടഞ്ഞെഴുന്നേൽക്കുമ്പോഴേക്കും അവൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കടലാസ് എടുത്ത് നീട്ടിക്കൊണ്ട് പറയുകയാണ്, ദേ, ഇത് ഞങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖയാ. ഞാൻ ഇപ്പം ഇവളെ എൻ്റെ ഭാര്യയായി കൊണ്ടുപോവാ. നീ കൊണ്ട് കേസ് കൊടുക്കടി. കോപാന്ധനായി അവൻ റോഡിൽ കിടന്നുകൊണ്ട് അലറുകയാണ്. ടാനിയായി ബലമായി പിടിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകാനായിരുന്നു ഷാന്റെയും കൂട്ടരുടെയും ശ്രമം. അലീന ഈറ്റപ്പുലിയെപ്പോലെ ചെറുത്തു നിന്നതുകൊണ്ട് അവരുടെ ശ്രമം വിജയിച്ചില്ല. അടിയും ഉന്തും തള്ളും എല്ലാം കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും വിട്ടുകളയുവാൻ കൂട്ടാക്കാതെ അവൾ കൈമേയ് മറന്നു പൊരുതി. ഒരു തവണ അവർ 3 പേരും ചേർന്ന് ടാനിയായെ തൂക്കിയെടുത്ത് ബൈക്കിൽ കയറ്റിയതായിരുന്നു. അലീനയെ അങ്ങോട്ട് അടുപ്പിക്കാതെ മറ്റുള്ളവർ വലയം ചെയ്തു നിന്നു. ഷാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അലീന ഉടൻ തന്നെ കുതിച്ചു ബൈക്കിന്റെ മുൻപിലെത്തി. ഹാൻഡിലിൽ 2 കൈയും ചേർത്ത് പിടിച്ചു. ഷാൻ ബൈക്ക് ഗിയറിലിട്ട് മുൻപോട്ടെടുത്തു. അലീനയെ തള്ളിക്കൊണ്ട് ബൈക്ക് അല്പം മുൻപോട്ട് പോയെങ്കിലും അവൾ പിടിവിടാതിരുന്നതുകൊണ്ട് ബാലൻസ് തെറ്റി ബൈക്ക് ഒരു വശത്തേക്ക് മറിഞ്ഞു. ഇത്രയുമായപ്പോഴേക്കും 2-3 പേർ വീതം കാഴ്ചക്കാരായി വന്നുകൂടി റോഡിൽ ഒരു ചെറിയ ആൾക്കൂട്ടമായി. അവരവിടെ കൂടി നിന്ന് കാഴ്ച കാണുകയാണ്. അലീന അവരുടെ നേർക്ക് നിലവിളിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, നിങ്ങളാരും മനുഷ്യരല്ലേ? കുറെ തെമ്മാടികൾ ചേർന്ന് നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയാലും നിങ്ങളിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? അതുവഴി വന്ന ഒരു കാറ് കടന്നു പോകുവാൻ സ്ഥലമില്ലാതെ പെട്ടെന്ന് നിർത്തി. ഏതാനും ബൈക്കുകളും ഓട്ടോറിക്ഷകളും വന്നുകൂടി. ഇതിനിടെ ചിലർ മുൻപോട്ട് വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് ഇടപെട്ടു തുടങ്ങി. ആരോ മൊബൈൽ ഫോണിൽ പോലീസിനെ വിളിച്ചു. സംഗതി വഷളാവുകയാണെന്ന് കണ്ട ഷാനും കൂട്ടരും ടാനിയായെ കൊണ്ടുപോകാനുള്ള ശ്രമം ഉപേക്ഷിച്ചു സ്ഥലം വിടുവാനൊരുങ്ങി. ആദ്യത്തെ 2 ബൈക്കുകൾ ആളുകൾക്ക് നേരെ കുതിച്ചു പാഞ്ഞ് കാഴ്ചക്കാരെ വിരട്ടി അകറ്റി പാഞ്ഞുപോയി. ഏറ്റവും പുറകിലെ ബൈക്കിൽ വന്നവരെ ആളുകൾ പിടിച്ചു നിർത്തി. ഉടൻ തന്നെ ബൈക്ക് മറിച്ചിട്ട് ഓടി രക്ഷപ്പെടുവാൻ അവർ ശ്രമിച്ചു. ജനക്കൂട്ടം 2 പേരെയും പിടികൂടി ശരിക്കും കൈകാര്യം ചെയ്തു. അലീനയുടെ മുഖത്തും കൈമുട്ടിലും പരിക്കുണ്ടായിരുന്നു. അവളുടെ ചോര പുരണ്ട മുഖം കണ്ട് ടോജോയും ടെൽസയും അന്താളിച്ചു നിന്നുപോയി. അപ്പോഴേക്കും ആളുകൾ അടുത്തുകൂടി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. അലീന സംഭവം വിവരിച്ചു. ഞങ്ങൾ കാറിൽ വരുമ്പോൾ കാർ തടഞ്ഞ് എൻ്റെ അനുജത്തിയെ ഒരുത്തൻ ബലമായി കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയായിരുന്നു. ഉടനെ ഒരാൾ നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, പോകരുത്, ഇപ്പം പോലീസ് എത്തും. അലീന മൊബൈൽ ഫോൺ എടുത്ത് സ്റ്റാൻഡിയെ വിളിച്ച് സംഭവം അറിയിച്ചു. 1/2 മണിക്കൂറിനുള്ളിൽ പോലീസ് എത്തി. അലീനയോടും ടാനിയയോടും വിവരങ്ങൾ ആരാഞ്ഞു. അതിനുശേഷം കാഴ്ചക്കാരായി നിന്ന ജനങ്ങളോടും അവരെന്താണ് ഇവിടെ നടന്നത് എന്ന് അന്വേഷിച്ചു. കാറിന് സമീപം 2 പോലീസുകാരെ നിർത്തിയതിനു ശേഷം സബ് ഇൻസ്പെക്ടർ അലീനയെയും ടാനിയയെയും ടോജോയെയും ടെൽസയെയും പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. അലീനയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു പ്രഥമ ശുശ്രൂഷകൾ നൽകുവാൻ ഏർപ്പാടാക്കി. അപ്പോഴേക്കും സ്റ്റാൻലിയും എത്തിച്ചേർന്നു. ഇതിനിടെ 2 പത്രങ്ങളുടെ പ്രാദേശിക ലേഖകന്മാർ വന്ന് അലീന ഹോസ്പിറ്റലിൽ ബെഡിലും മുഖത്തും കയ്യിലും ബാൻഡേജുകളോടെ കിടക്കുന്ന ചിത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിടികിട്ടിയ 2 പേരെ ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങൾ ലഭിച്ചു. ടാനിയായെ ബൈക്കിൽ കയറ്റി ആയൂരിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാൻ. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നു. ഷാന്റെ ഒരു ബന്ധുവീടാണത്. അവിടെ മധ്യവയസ്കയായ ഒരു സ്ത്രീയും അവരുടെ മകനും മാത്രമാണ് താമസം. പോലീസ് അവിടേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. 2 മണിക്കൂറോളം ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിൽ കിടന്ന അലീനയോട് വീട്ടിൽ പോയിക്കൊള്ളുവാൻ ഡോക്ടർ സമ്മതിച്ചു. അവളുടെ കണ്ണിന് താഴെയും കവളത്തും ചുണ്ടിലും അടിയേറ്റ് പൊട്ടി നീരുവെച്ചു വീങ്ങിയിരുന്നു. സ്റ്റാൻലി അലീനയെയും ടാനിയയെയും ടെൽസയെയും ടോജോയെയും കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി.
FIR തയ്യാറാക്കിയ ശേഷം പോലീസ് വിട്ടുകൊടുത്ത കാറ് സ്റ്റാൻലി ബൈജുവിനെ കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയിടിച്ചു. ഇൻഷുറൻസ് കമ്പനിയിൽ വിളിച്ച് ക്ലെയിം ചെയ്യുവാനും ബൈജുവിനെ ഏർപ്പാടാക്കി. വീട്ടിലെത്തുന്നതുവരെ സ്റ്റാൻലി ടാനിയയോട് സംസാരിച്ചതേയില്ല. അലീന ഒരു പൊട്ടിത്തെറി ഭയപ്പെട്ടിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. വീട്ടിലെത്തിയ ഉടൻ തന്നെ സ്റ്റാൻലി ടാനിയയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അത് അവനല്ലായിരുന്നോ അന്ന് ഹോട്ടലിൽ വെച്ച് നിന്നോട് മോശമായി പെരുമാറിയ ആ റാസ്കൽ? ടാനിയ യാതൊരു പതർച്ചയുമില്ലാതെ പറയുകയാണ്, അതെ. ഉടനെ അലീന അപേക്ഷാ സ്വരത്തിൽ സ്റ്റാൻലിയെ വിളിക്കുകയാണ്, പപ്പയെ ഒന്നും ചോദിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ഇത് തന്നെയല്ലേ നീ അന്നും പറഞ്ഞത്? എന്നിട്ട് എന്തായി? ഇത് ഇത്രടം വരെ എത്തിച്ച് വഷളാക്കിയില്ലേ? അലീന എതിർത്തുകൊണ്ട് എങ്കിലും ശാന്തമായി പറയുകയാണ്, പപ്പ വിചാരിക്കുന്നത് പോലെ അല്ല, കുറച്ച് സമയം വേണം. പപ്പ ഇതിൽ ഇടപെടണ്ട. നീ അങ്ങോട്ട് മാറി നിൽക്കലീന. സ്റ്റാൻലിക്ക് ദേഷ്യം കയറി. അയാൾ ടാനിയയെ തറപ്പിച്ചൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അന്ന് നീ കള്ളമാണ് പറഞ്ഞതെന്ന് സമ്മതിച്ചല്ലോ, എന്താണ് സത്യം? അപ്പോൾ ടാനിയ, ഞാനും ഷാനുമായി സ്നേഹത്തിലാണ്. ആ SI എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ രജിസ്റ്റർ മാരേജ് നടത്തിയിട്ടുണ്ടെന്നാണ്. സത്യമാണോടി അത്? അലീന വീണ്ടും ഇടയ്ക്ക് കയറി. എന്നിട്ട് പറയുകയാണ്, വേണ്ട പപ്പ, ഞാൻ ചോദിച്ചോളാം, വിട്. സ്റ്റാൻലി അലീനയെ അവഗണിച്ചു. എന്നിട്ട് വീണ്ടും ടാനിയയോട് ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ വായിൽ നാക്കില്ലേ? ഉടനെ ഉറച്ച സ്വരത്തിൽ ടാനിയ പറയുകയാണ്, സത്യമാണ്. പെട്ടെന്ന് സ്റ്റാൻലി വലത് കൈയെടുത്ത് അവളുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് ആക്രോശിക്കുകയാണ്, കൊന്നുകളയും ഞാൻ അവനെ. ഐ വിൽ ഷൂട്ട് ഹിം. അറിയാവടി നിനക്ക്? അടിയേറ്റ് ഒന്ന് ഉലഞ്ഞെങ്കിലും ക്ഷണനേരം കൊണ്ട് ടാനിയയുടെ മുഖം വീണ്ടും കല്ലുപോലെ ഉറച്ചു. അവൾ പറയുകയാണ്, എന്നെ കൂടി കൊല്ലേണ്ടി വരും. തുടർന്ന് ജ്വരബാധിതയെപ്പോലെ അവൾ വിറകൊള്ളുവാൻ തുടങ്ങി. ഞാൻ ഈ വീടിനകത്ത് ആത്മഹത്യ ചെയ്യും. സ്റ്റാൻലി വീണ്ടും അടിക്കുവാൻ കയ്യോങ്ങി. അപ്പോൾ അലീന താക്കീതിന്റെ സ്വരത്തിൽ വിളിച്ചു, പപ്പ. ടാനിയ സ്റ്റാൻലിയുടെ മുമ്പിൽ നിവർന്നു നിൽക്കുകയാണ്. എന്നിട്ട് അവൾ പറയാ, അടിക്ക്, ഇപ്പോഴേ കൊല്ല്, അതാ നല്ലത്. സ്റ്റാൻലിയുടെ കൈ മെല്ലെ താണു. അവൾ ചീറിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്താ അടിക്കാത്തെ? സ്റ്റാൻലി വെള്ളം കുടിച്ചിട്ട് വെച്ച ഗ്ലാസ് അവളെടുത്ത് നിലത്തെറിഞ്ഞുടച്ചു. പിന്നെ മേശപ്പുറത്തുണ്ടായിരുന്നതെല്ലാം വാരി എറിഞ്ഞു തകർത്തു. കണ്ണിൽ കണ്ടതെല്ലാം അവൾ തല്ലി തകർക്കുവാൻ തുടങ്ങി. ടീപ്പോയ്ക്ക് മീതെ ഇരുന്ന ടിഫിൻ ബോക്സ് എടുത്ത് TV സ്ക്രീനിലേക്ക് വലിച്ചെറിഞ്ഞു. സ്റ്റാൻലി സ്തംഭിച്ചു നോക്കി നിൽക്കുകയാണ്. ടാനിയയ്ക്ക് ബാധ ഇളകിയെന്ന് അയാൾക്ക് തോന്നി. അലീന അവളെ വട്ടം പിടിച്ച് തടയുവാൻ ശ്രമിച്ചു. ടാനിയയുടെ ശരീരം പൂക്കുല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി അവൾക്കൊന്നും ചെയ്യാനുള്ള കരുത്തുണ്ടായിരുന്നില്ല. സ്റ്റാൻലിയുടെ നേർക്ക് കുറ്റപ്പെടുത്തും വിധം ഒന്ന് നോക്കിയ ശേഷം അലീന ടാനിയയെ താങ്ങി പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അവളെ കട്ടിലിരുത്തി. ടാനിയയുടെ നിറം കെട്ടുപോയിരുന്നു. കവളും ചുണ്ടും ഇരുണ്ടുപോയി. അലീന തോളത്തുകൂടി കൈയിട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ വാടിയ വള്ളി പോലെ അവൾ കുഴഞ്ഞു വീണു. അലീന അവളുടെ മുതുകിൽ മെല്ലെ തലോടി. എന്നിട്ട് പറയുകയാണ്, സാരമില്ല, നീ ഇത്തിരി നേരം കിടന്നു. കിടക്കയിലേക്ക് അവളെ ചായച്ച് കിടത്തി അലീന. ബബിതയും ടെൽസയും ടോജോയും വാതുക്കൽ വന്ന് അമ്പരപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു. ടാനിയയുടെ നെറ്റിയിലും കവിളിലും തഴുകിക്കൊണ്ട് അലീന അല്പനേരം കട്ടിലിരുന്നു. കഠിന സ്തോഭം കൊണ്ട് തളർന്നുപോയ ടാനിയ വേഗം മയക്കത്തിലാണ്ടുപോയി. അലീന എഴുന്നേറ്റ് ലിവിംഗ് റൂമിലേക്ക് ചെന്നു. സ്റ്റാൻലി അവിടെ സോഫയിൽ ആശയക്കുഴപ്പത്തിൽപ്പെട്ടതുപോലെ ഇരിപ്പുണ്ട്. അലീന സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് അടുക്കിപ്പെറുക്കി കൊണ്ടുവന്നതെല്ലാം പപ്പ ഒറ്റ നിമിഷം കൊണ്ട് തട്ടി തകർത്ത് കളഞ്ഞല്ലോ. സ്റ്റാൻലി അന്താളിപ്പോടുകൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അവളെന്താ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ? ഞാൻ എത്ര സൂക്ഷിച്ചാണെന്നറിയാമോ അവളെ കൈകാര്യം ചെയ്യുന്നത്? അവൾക്ക് 2 മനസ്സുണ്ട് പപ്പ. നമ്മളോട് ഇണങ്ങിപ്പോകുവാൻ ആഗ്രഹമുള്ള മനസ്സും നമ്മളെ വെല്ലുവിളിച്ച് നിഷേധിച്ച് എല്ലാം തട്ടിത്തകർക്കാൻ വെമ്പൽ കൊള്ളുന്ന മറ്റൊരു മനസ്സും. പല രഹസ്യങ്ങളും അവൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവൾക്ക് ആ ചെറുക്കൻ്റെ കൂടെ വീട് വിട്ട് ഇറങ്ങിപ്പോകുവാൻ പദ്ധതി ഉണ്ടായിരുന്നു. അവളത് ചെയ്തേനെ. അതിനിടയ്ക്കാണ് ഞാൻ വന്ന് കൂടിയത്. ഇപ്പോഴും അവൾ അവനെ വിട്ടിട്ടില്ല. പപ്പ ഇങ്ങനെ അടിയും ഭീഷണിയുമായിട്ട് നിന്നാൽ ഒരു ദിവസം അവളങ്ങ് പൊയ്ക്കളയും. ഇന്ന് തന്നെ ഞാൻ അവരോട് ഇത്രയും ഗുസ്തി പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ അവർക്കൊപ്പം പോയനെ. പോകാൻ അവൾക്ക് പകുതി മനസ്സുമുണ്ടായിരുന്നു. അവൾ അവരോട് പൂർണ്ണമായും സഹകരിച്ചിരുന്നെങ്കിൽ അവർക്ക് അവളെ കൊണ്ടുപോകാനും സാധിച്ചേനെ. സ്റ്റാൻലിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. മകൾ ഗുരുതരമായൊരു കുറ്റകൃത്യം ചെയ്തു. കുടുംബത്തിന്റെ അന്തസ്സിനും മാന്യതയ്ക്കും നിരക്കാത്ത ഒരുത്തനെ പ്രേമിച്ചു, കല്യാണവും രജിസ്റ്റർ ചെയ്തു വെച്ചു. അവൾ കഠിന ശിക്ഷ തന്നെ അർഹിക്കുന്നു. അലീന സ്റ്റാൻലിയോട് അഭ്യർത്ഥിക്കുകയാണ്, പപ്പ ഇനി അവളോട് സംസാരിക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും സ്റ്റാൻലി, കുറച്ച് ദിവസത്തേക്ക് അവളെ ഇവിടുന്ന് മാറ്റിയാലോ? ഒന്നും വേണ്ട പപ്പ. അവൾക്ക് വിരോധമായിട്ട് എന്ത് ചെയ്താലും അത് ശത്രുത മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. സ്റ്റാൻലി വല്ലാതെ അസ്വസ്ഥനായിരുന്നു. എല്ലാം തൻ്റെ നിയന്ത്രണത്തിനപ്പുറത്താണെന്ന നിസ്സഹായത അയാളെ അലട്ടി. അത് മനസ്സിലാക്കിക്കൊണ്ട് അലീന അയാളെ ആശ്വസിപ്പിക്കുകയാണ്, പപ്പ സമാധാനമായിട്ടിരിക്കെ. കുട്ടികൾക്ക് ചായ തയ്യാറാക്കി കൊടുത്തതിന് ശേഷം അലീന നടന്ന സംഭവങ്ങളെല്ലാം ബബിതയോട് വിവരിച്ചു. ബബിത പെട്ടെന്ന് അലീനയെ വഴക്ക് പറഞ്ഞു.
ചേച്ചി എന്ത് ധൈര്യത്തിലായി 5-6 പേരോട് ഗുസ്തി പിടിക്കാൻ ഇറങ്ങി തിരിച്ചത്? ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരവളെ കൊണ്ടുപോയനെ മോളെ. അങ്ങനെ പ്ലാൻ ചെയ്താണ് അവർ വന്നത്. ഞാൻ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ടാനിയ പോവുകയും ചെയ്തേനെ. ചേച്ചി അവളോട് വരും വരായികകളെല്ലാം പറഞ്ഞു കൊടുത്തതല്ലേ? എന്നിട്ടും അവർ വിളിച്ചാൽ അവൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല മോളെ. 2 പേരും കൂടി ഒന്നിച്ചു മരിച്ചു കളയാം എന്ന് പറഞ്ഞാൽ അതും അവൾ സമ്മതിക്കും. അവനുവേണ്ടി ഏതെരി തീയിലേക്കും വീണു വെണ്ണീറാകുവാൻ അവൾ ഒരുക്കമാണ്. അതാണ് അവളുടെ മാനസികാവസ്ഥ. വീണ്ടും വിചാരമൊക്കെ രണ്ടാമതേ വരുള്ളൂ. നിമിഷങ്ങളോളം മൗനമായിരുന്നതിനു ശേഷം ബബിത സമ്മതിച്ചു. ശരിയാ, അവൾ അത്തരമൊരു അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയവളാണ്. പെൺകുട്ടികളുടെ മനസ്സിൽ അവരുടെ ഇണയെക്കുറിച്ചുണ്ടാകുന്ന ഭ്രാന്തൻ സങ്കല്പങ്ങളെക്കുറിച്ച് ബബിതയ്ക്ക് നന്നായിട്ടറിയാം. ഇണ ചേരുവാനുള്ള ആഗ്രഹത്തെ ചുറ്റിപ്പറ്റി രൂപം കൊള്ളുന്ന അത്തരം കാഴ്ചപ്പാടുകളെയും വിലയിരുത്തലുകളെയും മഹത്തായ ആശയങ്ങളായി അവളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അന്ന് രാത്രിയിൽ സ്റ്റാൻലി അഞ്ചലിന്റെ വീട്ടിൽ തന്നെ തങ്ങി. താൻ പറഞ്ഞില്ലെങ്കിൽ പോലും പപ്പ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചതിൽ അലീന സന്തോഷിച്ചു. ഉറങ്ങാൻ നേരം അലീന ടാനിയോടൊപ്പമാണ് കിടന്നത്. അലീന അവളെ ഉപദേശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. അവൾക്ക് ആശ്വാസമാണ് വേണ്ടതെന്ന് അലീനയ്ക്കറിയാമായിരുന്നു. വൈകുന്നേരത്തെ ആ സംഭവത്തിന് ശേഷം മാനസികമായും ശാരീരികമായും അവൾ തളർന്നു പോയിരുന്നു. അലീന ടാനിയയെ സാന്ത്വനപ്പെടുത്തി. കഴിഞ്ഞതൊക്കെ പോട്ടെ മോളെ, ഇനി അതൊന്നും നീ ഓർക്കണ്ടാട്ടോ. ടാനിയ ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ തൊണ്ട ഇടറിക്കൊണ്ട് ടാനിയ ചോദിക്കുകയാണ്, ഞാൻ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ ആയിപ്പോയത്? എങ്ങനെയായിപ്പോയിന്നാ? ആരാ മോളെ എല്ലാം തികഞ്ഞവര്? എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ. ഞാൻ നോക്കുമ്പോൾ നീ നല്ല കുട്ടിയാ. അവരുടെ കൂടെ നീ പോയില്ലല്ലോ. നിനക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ഞാൻ പിടിച്ചു നിർത്തിയത് കൊണ്ടൊന്നുമല്ല, എന്നെയും ഈ വീടിനെയും ഒക്കെ ഓർത്തിട്ടാണ് നീ പോകാതിരുന്നത്. അതിനുള്ള മനസ്സ് നിനക്കുണ്ടായല്ലോ മോളെ. അലീന അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ ശിരസിൽ മെല്ലെ തലോടി. ഷാൻ ചേച്ചിയെ അടിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ. എനിക്കത് മനസ്സിലായി. പക്ഷേ ഒരു സംഗതി മോള് മനസ്സിലാക്കണം. അവന് ക്ഷമയോ നീതിബോധമോ ബുദ്ധിസാമർഥ്യമോ തീരെയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തെരുവിൽ വെച്ച് ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ വിവേകമുള്ള ആരെങ്കിലും മുതിരുമോ? വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? അവന് ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനത്തെ എടുത്തുചാട്ടവും അടിപിടിയും കോലാഹലങ്ങളുമാണ്. സ്ത്രീകളോട് അതാരായിരുന്നാലും മോശമായിട്ട് പെരുമാറാനും തെറി വിളിക്കുവാനും തല്ലാനും അവന് യാതൊരു മടിയുമില്ല. അപ്പോൾ ടാനിയ, സോറി ചേച്ചി, ഷാനു വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ കാരണമായല്ല ഉണ്ടായത്. സോറി. നീ കാരണമാണോ? അവന് മര്യാദയില്ലാഞ്ഞിട്ടല്ലേ? ടെൽസയെപ്പോലും അവൻ ഉപദ്രവിച്ചു. എനിക്ക് വേണ്ടി ഷാൻ എന്തും ചെയ്യും. അങ്ങനത്തെ സ്വഭാവമാണ്. അത് കേട്ടിട്ട് അലീന മൗനം അവലംബിച്ചു. തന്നെ കുറ്റപ്പെടുത്തിയാലും ശരി, ഷാനിനെ മറ്റൊരാൾ കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് സ്വീകാര്യമല്ല എന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീനയുടെ കണ്ണിന് താഴെയും ചുണ്ടിന്മേലുമുള്ള ബാൻഡേജിൽ തൊട്ട് തലോടിയിട്ട് ടാനിയ വീണ്ടും പറയുകയാണ്, സോറി ചേച്ചി. സാരമില്ലടി, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ സന്തോഷം മാത്രം മതി. നീ അവരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മരിച്ച വീട് പോലെ ആവുമായിരുന്നില്ലേ? ടാനിയ വീർപ്പടക്കിയിരിക്കുകയാണ്. തൻ്റെ കൈത്തണ്ടയിലേക്ക് അവളെ കിടത്തിയിട്ട് അലീന പതിയെ ചോദിക്കുകയാണ്, എത്ര നാളായി നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. എവിടെ വച്ചായിരുന്നു? പുനലൂര്. ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ടാണോ നടത്തിയത്? ഷാൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. രജിസ്റ്റർ മാരേജ് അങ്ങനെ നടത്താൻ പെട്ടെന്ന് പറ്റുമോ മോളെ? സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ അല്ലായിരുന്നു. അത് കോമൺ ആയിട്ടുള്ള രജിസ്റ്റർ മാരേജാ. അതിന് നിയമസാധുതയുണ്ടോ? 2 പേരും ഒന്നിച്ചു നിന്നാൽ വാലിഡിറ്റി ഉണ്ടെന്നാണ് ഷാൻ പറഞ്ഞത്. വേണ്ടെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും ആവാം. അതിന് ഫാമിലി കോർട്ടും ഡിവോഴ്സ് നോട്ടീസും ഒന്നും വേണ്ട. ഇത് ആരുടെ നിർബന്ധമായിരുന്നു? ഷാൻ പറഞ്ഞിട്ടാ. നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ കുറച്ചുകൂടി കഴിയട്ടെ എന്ന്? ഞാൻ പറഞ്ഞതാ ചേച്ചി. അന്നേരം ഷാനിന് നിർബന്ധം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചില്ലെങ്കിൽ നീ എന്നെ ഉപേക്ഷിച്ച് കളയും എന്ന് പറഞ്ഞു. നീ അങ്ങനെ ഉപേക്ഷിക്കുവോ? ഇല്ലല്ലോ. അലീന അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ടാനിയ മിണ്ടിയില്ല. അപ്പോൾ അലീന വീണ്ടും പറയുകയാണ്, വേണമെങ്കിൽ നിനക്ക് ഇപ്പോഴും ഊരിപ്പോരാം, ഇല്ലേ? ഇതൊരു താൽക്കാലിക ഉടമ്പടി മാത്രമല്ലേ? സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് ഷാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് 1 മാസത്തെ നോട്ടീസ് ഇടണം മോളെ. ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താലൊന്നും നടക്കില്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ആർക്കും തടയാൻ പറ്റില്ലല്ലോ ചേച്ചി. ഇല്ല, ഒരിക്കലുമില്ല, ആർക്കും തടയാൻ പറ്റില്ല. ടാനിയ അല്പനേരം മിണ്ടാതെ കിടന്നു. പിന്നെ ദീർഘമായി നിശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ അവൾ അലീനയെ സമീപിച്ചിട്ട് പറയുകയാണ്, ഞാനിനി കുറച്ച് ദിവസത്തേക്ക് കോളേജിൽ പോകുന്നില്ല ചേച്ചി. അതെന്താ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. അതൊരു നല്ല ലക്ഷണമാണെന്ന് അലീനയ്ക്ക് തോന്നി. അവൾ തന്നോട് തന്നെ യുദ്ധം ചെയ്യുന്നുണ്ട്. ടാനിയ തൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ കൂടി അലീനയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, ഇനി ഇത് ചേച്ചി കയ്യിൽ വെച്ചോ. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ സംസാരിക്കണോ? ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തു. അങ്ങനെയാണെങ്കിലേ ഇത് ഓഫ് ചെയ്തു വെക്കാനാണ് എനിക്കിഷ്ടം.
യാനിയ അത് സമ്മതിച്ചു. ഈ എപ്പിസോഡ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും അപ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുവാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.